ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പത്തനംതിട്ട ജില്ലയിലുള്ള കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി കച്ചവടക്കാരൻ ഇങ്ങനെ കണ്ടത്. ഈ മോൻ്റെ പേര് അജു എന്നാണ്. അപ്പോൾ അജുവിനായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു പേജിലൂടെ ഒന്ന് കൊണ്ടുവരണം, നിങ്ങൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് കരുതി. അജുവോ, എന്താണ് വിശേഷങ്ങളൊക്കെ? അതെ, ഇതൊക്കെ കച്ചവടത്തിനുള്ളതാണ് അല്ലേ? അത് ശരി. അജു ഈ മൈക്കൊന്നും ഇങ്ങനെ വെക്കുന്നുണ്ടേ, എങ്ങനെ വെച്ച് തരാം. എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഇതെല്ലാം നമ്മൾ വിൽക്കുക. ഇപ്പൊ ഇത് വിൽക്കുന്നു അല്ല, ശരിക്കും വിൽക്കുക. എന്താണ് ശരിക്കും? എത്രയല്ല പഠിക്കണേ? 8ല് 8ാം ക്ലാസ്സിലാണ്. മോൻ എത്ര വയസ്സായിട്ടുണ്ട്? 13 വയസ്സ്. 14ലേക്ക് പോയതാൾക്ക് പോവാണ്. ഇതൊക്കെ എവിടുന്ന വാങ്ങിക്കുന്നത് വിൽക്കാന്? ഇത് വീട്ടിൽ നട്ടു വളർത്തുന്ന. ഏത്? ഇതെല്ലാം വീട്ടിൽ നട്ടു വളർത്തുന്നതാണോ? വീട്ടിൽ നിന്ന് കൊണ്ടുവരണാണോ? അത് ശരി. തേങ്ങ, അതുപോലെ ചേമ്പുണ്ട്, കോവയ്ക്കുണ്ട്, കപ്പുണ്ട് അല്ലേ, കുമ്പളങ്ങ. ഈ വേപ്പിലൊക്കെ വീട്ടിലുണ്ടാവുന്ന കായ, ഇതൊക്കെ വീട്ടിലുണ്ടാവുന്നതാണ്. അതെ. ഇതെല്ലാ ദിവസവും ഇവിടെ ഇരുന്ന് വിൽക്കുന്നുണ്ടോ? എല്ലാ ഞായറാഴ്ചയും. അതായത് സ്കൂളില്ലാത്ത ദിവസത്തില് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതേമാതിരി വിൽക്കുകയാണ്. അത് ശരി. ഈ സ്ഥലത്തിന്റെ പേരെന്താ? പുന്നമ്മൂട്. അത് ശരി. പുന്നമ്മൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. ഇത് ശരിക്കും ആരാണ് തന്നയക്കണത്? ഇത് ആരതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരുന്നത്? സ്വന്തമായിട്ട് കൊണ്ടുവരുന്നത്? വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ? വീട്ടിൽ നട്ടു വളർത്തി കൊണ്ടുവരുന്നത്. ആരാണ് നട്ടു വളർത്തുന്നത്? ഞാൻ തന്നെ. നീ തന്നെ? കൃഷിയൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനമ്മൊന്നും കൊടുത്തയക്കുന്നതല്ല? അച്ഛനും അമ്മയും ഗൾഫിലാ? അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത് ഇപ്പോ? ഞാനും അപ്പൂപ്പനും. അപ്പൂപ്പനാ? ഞാനും അമ്മയുടെ അച്ഛനും. അപ്പൂപ്പന് എത്ര വയസ്സുണ്ട്? 84 വയസ്സുണ്ടാ അപ്പൂപ്പനാ? അപ്പൂപ്പനും മോനും ഒറ്റക്കുള്ളവിടെ? അതായത് അജു അപ്പൂപ്പനും ഒറ്റക്കുള്ള വീട്ടില്? അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടെ. അതെ. ഭക്ഷണമൊക്കെ വെക്കുക ആരാ? ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ. എല്ലാം. അജു ഭക്ഷണം വെക്കുവോ? എന്തൊക്കെ ഭക്ഷണം വെക്കാൻ അറിയാം എന്ന് പറഞ്ഞേ? മീൻകറി വെക്കാൻ അറിയാം, മീൻ വറക്കാൻ അറിയാം, ഇറച്ചി വറക്കാൻ അറിയാം. ഇതൊക്കെ ഒറ്റക്ക് ചെയ്യും? കറിയൊക്കെ വെക്കും? ചോറ് വെക്കും? ചോറ് നല്ലതായിട്ട് വെക്കും. മോനെ സ്കൂളിലേക്ക് എത്ര മണിക്കാ പോവാ? 6:30 പോവും. ട്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് 6:30 പോവും. 6:30 പോവും? വീട്ടിൽ നിന്ന് പോവും. അത് ശരി. അപ്പൊ എത്ര മണിക്കാ എണീക്കുക? 4 മണിക്കൊക്കെ. 4 മണിക്ക് എണീക്കും. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടല്ലോ. ഇത് ഫുള്ള് ഞാൻ വാങ്ങിച്ചു. എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുണ്ടേ. വണ്ടിയിൽ കയറി ഇവിടെ കയറി നിൽക്കാൻ സ്ഥലമില്ല. ഇത് കയറി നല്ല മഴ പെയ്യുന്നുണ്ട്. മോന്റെ വീട്ടിലൂടെ അടുത്തല്ലേ? അതെ. എന്നാ വീട്ടിൽ പോവാം കേട്ടാ. ഓക്കെ. കയറിക്കാം, വണ്ടിയിൽ കയറിക്കാം. മോൻ വണ്ടി കയറിക്കാം, ഞാൻ ബാക്കിൽ വെക്കാം. മോൻ വണ്ടി കയറിക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ അജുവിന്റെ വീട് അന്വേഷിച്ച് പോവാണ്. ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അജുവിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണല്ലോ. ഈ കട അടുത്താ? ഒരു കട കാണാം. ഇത് അജുവിന്റെ വീടിന്റെ മുന്നിലത്തെ കടയെന്ന് പറയുന്നത് കേട്ടോ. ഇതാരുടെ കട? മാമന്റെ കട? അതാ മാമൻ ആ പോണത്? ഹലോ എന്താണ് വിശേഷം? ഞങ്ങളെ അജുവിന്റെ വീട് ഇങ്ങനെ അന്വേഷിച്ച് വന്നിരുന്നു. അപ്പൊ ഈ അജുവിന്റെ വീട് എവിടെ? ഇത് മാത്രം ശരിക്കും ഈ ഇവിടുന്ന് ഈ റോഡ് എങ്ങനെ ഇറങ്ങി? അതെ, അജുവിനെ അറിയോ? അജുവിനെ അറിയാം. നമ്മുടെ പയ്യനല്ലേ? നമ്മുടെ പയ്യന. അജുവിന്റെ വീട്ടില് എല്ലാരും? അജുവിന്റെ വീട്ടില് അവന്റെ അമ്മ പുറത്താണ്, അവന്റെ അച്ഛനും അമ്മയും പുറത്താണ്. പിന്നെ ഒരു വല്യപ്പനുണ്ട്. പുള്ളിക്ക് തീരെ സുഖമില്ലാത്ത ഒരാളാണ്. ഇങ്ങനെ അപ്പൊ വീടൊക്കെ നോക്കുന്ന വീടെല്ലാം നോക്കുന്ന ഇവനാണ്. ഭക്ഷണം വെക്കുന്നത്, അലക്കുന്നത് എല്ലാം. ഒരു 3 റബ്ബർ ഉണ്ട്, അത് വെട്ടുന്നത്, ചെറിയ കൃഷിപ്പണി, കോഴി, അങ്ങനെയൊക്കെ ഉള്ള കോഴി, ആട്, മുയല്, എല്ലാ ഐറ്റവും ഇങ്ങനെ കുറച്ച് ഉണ്ട്. പശുവൊക്കെ ഉണ്ടോ? പശുവില്ല. അവനെ കൊണ്ട് പശുവിനെ എല്ലാം നോക്കുന്ന അവനാണ്. അത്ഭുതമാണല്ലോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ അങ്ങനെ കച്ചവടം കണ്ടു, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടായിരുന്നു. പിന്നെ കുറെ ഇതൊക്കെ ഉണ്ട്. അവന് കുറെ കൃഷികളുണ്ട്, ചെറിയ ചേമ്പുകള്, ചേന, അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഉണ്ട്. എല്ലാ പരിപാടിയും. ഞായറാഴ്ച ദിവസങ്ങളിൽ, ഒഴിവ് ദിവസങ്ങളിൽ അവനാണ് ഈ റോഡ് സൈഡിൽ വരും. സാധനമൊക്കെ കൊണ്ട് ഈ റോഡ് സൈഡിൽ വന്നിട്ട് ചെറിയ കച്ചവടങ്ങള്. പിന്നെ കോഴിയുടെ മുട്ട കൊണ്ട് കൊടുക്കും, ചേമ്പ് കൊണ്ട് കൊടുക്കും, അങ്ങനെ ജാതിക്കാതെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. കളിക്കാനൊന്നും പോവില്ല? ഇല്ല, കളിക്കാനൊന്നും പോകാനുള്ള സമയമില്ല അവന്. പിന്നെ ഒരു ചെറിയൊരു പോത്ത് കിടാവുണ്ട്. അതെ. ചേച്ചിയുടെ പേരെന്തായിരുന്നു? വീട് ഇവൻ അറിയുന്നതന്നെയാണല്ലേ? ചുരുക്കം പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിലത്തെ എന്താ പറയാ, എല്ലാവരും അറിയുന്ന ഒരു പയ്യനാണ്. അത് നമുക്ക് അറിയണ്ടാവില്ല. രാവിലെ തൊട്ട് ആശുപത്രിയിലായിട്ട് ആരും ഇല്ലായിരുന്നു. ആര്? ഇവനോ?
മോനാ എന്ത് പറ്റി? BP എല്ലാം കുറഞ്ഞ് എല്ലാം ആയിട്ട് അവൻ സ്കൂളിൽ നിന്ന് ആശുപത്രിയിലായിട്ട് രാവിലെ എന്നിട്ട് ആരെ കൊണ്ടുപോയത്? ടീച്ചർമാരെ കൊണ്ടുവന്ന് എന്നിട്ട് രാത്രി 6 മണിയായപ്പോ പിന്നെ അവർ കൊണ്ടുവിടുമായിരുന്നു. അതെ, ഇവിടെ കൊണ്ടുവിടുമായിരുന്നു. ഇവിടെ കൊണ്ടുവിടുമായിരുന്നു. ശരി, എന്താ ഭക്ഷണം ശരിക്കും കഴിക്കാറില്ലേ? ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് അവൻ എൻ്റെ വീട് വലിയച്ഛനെ നോക്കുന്നതും അമ്മയ്ക്ക് വലിയ ജോലിയൊന്നുമില്ല, അമ്മ സുഖമില്ലാത്ത. അമ്മ വിദേശത്താണ്, അവിടെ ജോലി ഇല്ലാണ്ടിരിക്കണോ? അതിന് ജോലിയില്ല, അത് ചുമ്മാ അതിന്റെ ഭർത്താവ് തയ്യലാണ്. വലിയ സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അവനെ എല്ലാം കഷ്ടപ്പെട്ടെല്ലാം നോക്കുന്നത്. അതെ, അപ്പൊ അതൊന്നും അറിയണ്ടതില്ല. എന്താണെങ്കിലും ശരിക്കും നേരത്തിന് ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ആയിരിക്കും BP കുറഞ്ഞിട്ടുണ്ടാവില്ല. ശരിക്കും ഭക്ഷണം കഴിക്കലില്ലേ? ഇല്ലേ? ഇതാരാ? ഷീജാത്തെ. ഇതൊക്കെ നിങ്ങളുടെ നാട്ടുകാരാണ്. എന്താ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? അജുവിനറിയോ? അറിയാവുന്ന എന്റെ ഏറ്റവും വലിയൊരു താരമാ. അതെ, ഈ നാട്ടിലത്തെ ഒരു താരാണ്. ഓ, ഇതൊന്നും അറിയണ്ടാവില്ല. അതെ, എല്ലാ കാര്യത്തിനും മിടുക്കനാ. ഉമ്മന്റെ പേരെന്താ? എന്റെ പേര് റഷീദാമ്മ. അപ്പൊ നാട്ടുകാർക്കൊക്കെ അജുവിനെ കുറിച്ചിട്ട് ഭയങ്കര അഭിപ്രായട്ടാ. ആണെങ്കിലേ ഇവനാന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും റബ്ബർ വെട്ടിയിട്ട് പാലും എടുത്ത് മുറ ചെയ്തിട്ടാ മക്കളെ സ്കൂളിൽ പോകുന്നത്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു 10 കിലോ അരി ഇവന്റെ തോളയിലുണ്ട്. ഞാൻ ചോദിച്ചാടാ മോനെ, നീ ബാഗും ഇതെല്ലാട്ട് എങ്ങനെയുണ്ട്? അതമ്മ എന്റെ കോഴിക്ക് കൊടുക്കാൻ ഞാൻ അവിടെ വീണ അരി വാങ്ങിക്കൊണ്ട് വരുവാണ്. വഴിയിൽ കിടക്കുന്ന സ്കൂളിൽ കൊണ്ടുവന്ന് ഇറക്കിയപ്പോ അവിടെ കളഞ്ഞത് വരിക്കൊണ്ട് അന്നേരം എന്നോട് ഞാൻ പറഞ്ഞു, മക്കളെ അരി ഇവിടെ വെച്ചിട്ട് ബാഗൊക്കെ കൊണ്ട് വെച്ചിട്ട് വന്നെടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരാണ്ട ഈ കയ്യിലൊന്ന് ഈ കയ്യിലൊന്ന് ഇങ്ങനെയൊക്കെ ആയിട്ട് വലിയ ഇതിലാ വരുന്നത്. ഫോട്ടോ എടുത്തൊക്കെ ഭയങ്കര അഭിപ്രായം എല്ലാവർക്കും. ഇയാൾ ഇവിടെ വന്നു. ഇവനൊരു 30 മുട്ട പിന്നെ അട വെച്ച് വിരിച്ചിറക്കാൻ മെഷീനൊക്കെ ഉണ്ട്. പിന്നെ ഇറക്കാനായിട്ട് ഉടനെ അന്നേരം കൊണ്ട് ഇവന് പിന്നെ ഉടനെ ഇവിടുന്ന് ഹെൽത്തിൽ നിന്ന് ഇവർ വന്ന് പിന്നെ കുടുംബശ്രീക്കാർ ഒരു വന്ന് ചെറിയ മുറിക്കകത്തൊക്കെ ഭയങ്കര വാടക എടുക്കുന്നു, ഇതിനെ വെളിയിൽ കൊണ്ടിട്ടേക്കാൻ വിടണമെന്ന് പറഞ്ഞു. കോഴിയൊക്കെ പാമ്പ് കയറി അറിയത്തില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. ഉടനെ ഇവൻ എല്ലാത്തിനെയും കൂടെ ഇട്ടിട്ട് സ്കൂളിൽ പോയി വെളിയിൽ ഇറക്കണം. അന്ന് 30 ചത്ത് കിടക്കും. പാമ്പ് ഏതാണ്ട് മൊത്തം അങ്ങ് ചത്ത്. ഇവനിവിടെ വന്നങ്ങ് അമ്മ എൻ്റെ കോഴിയെല്ലാം ചത്തു പോയെന്ന് പറഞ്ഞ് വലിയ കരഞ്ഞെണ്ണ SI ഇത് കേട്ടോണ്ട് എൻ്റെ SI അടുത്ത് വിളിച്ചിട്ട് എത്ര രൂപ മോനെ ചിലവായി, എത്ര രൂപ ഇതെടുത്ത് പുള്ളി പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തവൻ. അതെ, എന്തായാലും നമുക്ക് ആ അതിമനോഹരമായ ആ ഒരു വീട് നമുക്ക് കാണണം. കാരണം സ്വന്തമായിട്ടൊരു വീട് കൊണ്ട് നടത്തുന്നു. 13ാമത്തെ വയസ്സിൽ കോഴിയുണ്ട്, ആടുണ്ട്, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് ആജു പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് പോയി നോക്കാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയി നോക്കട്ടെ. അതാ വിളിക്കുന്ന അടുത്താള്. നീ എല്ലാവരുടെയും എന്താ കണ്ണിലുണ്ണിയാണല്ലോ. ഇക്ക നമസ്കാരല്ലേ. ഇവരൊക്കെ ഏതാ വെച്ചാൽ ഞാൻ അജുവിനെ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ആരെന്നറിയില്ലല്ലേ? എൻ്റെ പേര് ഇതുവരെ ചോദിച്ചിട്ടില്ല. കുറെ നേരമായി അജുവിൻ്റെ ബാക്കിൽ നടക്കണു. അപ്പോൾ എൻ്റെ പേര് ഹാരിഷ് എന്നാണ്. ഞാനേ മോനെ ഇങ്ങനെ പച്ചക്കറി കുലിക്കണ്ടപ്പോൾ കുറച്ച് വാങ്ങിക്കാച്ചിട്ട് നിർത്തിയതാണ്. അപ്പോൾ നല്ലൊരു മഴ പെയ്തു. അതാ, ഞങ്ങൾ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ജോലി, വീഡിയോ എടുക്കുക എന്നുള്ളത്. പക്ഷേ അജുവിനെ കണ്ടപ്പോൾ അജുനായിട്ടൊന്ന് സംസാരിക്കാൻ തോന്നി. അതെ, അടുത്ത ആളാണ്. എന്താണ് അജുവിനെ കുറിച്ചിട്ട് അഭിപ്രായം? 13ാമത്തെ വയസ്സിൽ ഇപ്പോൾ ഞാൻ അന്വേഷിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും അജുവിനെ കുറിച്ചിട്ട് ഭയങ്കര എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് ഇവിടുത്തെ ഒരു ചെറിയ താരമാണ്. സ്വന്തമായിട്ട് പാചകം ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് വലിയച്ഛനെ നോക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. പിന്നെ അതുപോലെ തന്നെ കൃഷിപ്പണികൾ, ഒത്തിരി കോഴിയെ വളർത്തുന്നുണ്ട്, മുയലിനെ വളർത്തുന്നുണ്ട്, ആടിനെ വളർത്തുന്നുണ്ട്, ടാപ്പിംഗ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക് പണിയൊക്കെ ഉണ്ടെങ്കിൽ തുടങ്ങും. ഇലക്ട്രിക് പണിക്കൊക്കെ ഇപ്പൊ സമയം എത്രയെന്നറിയോ? 11:30 കേട്ടോ. ഇനി ആദ്യം ഭക്ഷണം ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ എന്താ? അല്ല, കൊടുക്കണതല്ല, എന്താ ഉള്ളത് ശരിക്കും ഞങ്ങൾക്ക് കഴിക്കണം. പൊറോട്ട ഉണ്ട്, മുട്ടക്കറി ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്. അതെ, അന്ന് ഞങ്ങൾ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ. എല്ലാം ഉണ്ടല്ലേ? ഞങ്ങളെന്നാ ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ. എവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് വഴിയുണ്ടോ? ഓ, നമുക്ക് അജോ എനിക്കും വിശന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവാം. എന്തേ? അപ്പോൾ നമ്മൾ അജുവിനെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ഒരു പോലീസ് ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സാറേ നമസ്കാരമുണ്ട്. ഏത് സ്റ്റേഷനായിരുന്നു? കൂടൽ സ്റ്റേഷനാണല്ലേ. നമ്മുടെ അജുവിനെ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാറുണ്ടോ? അജു ഇവിടുത്തെ നിറ സാന്നിധ്യമാണ്. അതെ, ഇപ്പം ചായ കുടിക്കാൻ വന്നാലും വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുന്നത്. പ്രായത്തിൽ കവിഞ്ഞ ഒരു ചുവടുള്ള ഒരു അജു നമ്മള് എപ്പോഴും ഇവിടെ കാണും. എപ്പോഴും ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ അജുവിന്റെ സാന്നിധ്യം ഉണ്ടാവും അല്ലേ? അത് ശരി. സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അരുൺ. പെട്രോളിങ്ങിന്റെ ഇടയ്ക്ക് നമ്മൾ പോകുമ്പോൾ ഇടയ്ക്ക് സ്ഥിരമായിട്ട് നമ്മൾ ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ടും ചായ കുടിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു കടയാണ് അസനിക്കട കട.
അപ്പം അസനിക്കട കടയിൽ എപ്പോൾ വന്നാലും ഇദ്ദേഹം അവിടെ കാണും. ഉണ്ടാവും, അതെ. ഈ ചെറിയ പ്രായത്തിൽ അതാണ് പറഞ്ഞ എല്ലാവരും കുട്ടികളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുക, കുട്ടികളൊക്കെ ഫോണിൽ ഫോണിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അജു എപ്പോഴും work-ആണ്. ഹാർഡ് വർക്കാണ്, എപ്പോഴും നിരത്തിലുണ്ടാവും. ഇവിടെ ശരി, അത് ശരി. അപ്പൊ ഈ ഗ്രാമത്തിന്റെ അഭിമാനം തന്നെയാണ് അജു അല്ലേ? എന്തായാലും സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി നമ്മുടെ അജുവിന്റെ വീട്ടിൽ പോവാണ്. അജുവിന്റെ വീട്ടിൽ പോയിട്ട് കാണാം നമുക്ക്. ഓക്കെ സാറേ, കുറെ നടക്കാനുണ്ടോ? ഓ നമ്മൾ കുറച്ച് കുറച്ചപ്പോ വീട്ടില് അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൂപ്പനും അപ്പൂപ്പല്ലേ? പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോ 2-3 പേര് 2 പേര് ഒപ്പുണ്ട്. ആരാ? 2 പട്ടികളും കെട്ടിയിട്ടില്ലേ? കെട്ടിട്ടേക്കോ ചിലപ്പോ ചാടും. ചിലപ്പോ ചാടല്ലേ? അപ്പൊ ആദ്യം നീ കിടക്കുക. അപ്പൊ അജുവിന്റെ ബാക്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടോ? ഇതാണോ വീട്? അതെ. ഓ, കേറുമ്പോ തന്നെ ഒരു വാഴക്കൊലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഇതാണ് അജുവിന്റെ വീട്. അതെവിടെ വിസിൽ വന്ന് ഒന്ന് കാണിച്ച്. എത്ര നേരം വിസിൽ കണ്ടില്ല, അതെവിടെ വന്ന്? അതിന്റെ ഉള്ളിലുണ്ടായിരുന്നാ? അതെന്തിനാ ഇപ്പൊ വിസിലടിച്ച്? ഇതുങ്ങളെ കുരക്കാതിരിക്കാനാ? അത് അടിച്ചപ്പോ അതുങ്ങൾ കിടന്ന് അവിടെ കണ്ടോ? അതായത് നീ വിസിലടിച്ച് കഴിഞ്ഞാൽ ഇവര് കുരക്കില്ല? ഞങ്ങൾ ഒറ്റക്ക് വരികയാണെങ്കിൽ കുരക്കുവോ? അപ്പൊ നീയാണ് നിന്റെ ഒപ്പം വന്ന ആളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണോ? ഞങ്ങളെ കണ്ട കുരക്കാതിരിക്കാൻ വേണ്ടിട്ട്? അങ്ങനെ സംഭവം ഉണ്ടോ? ഒന്നുകൂടി വിസിലടിച്ചത്. ഇത് എത്ര നേരം കണ്ടിട്ടില്ല നമ്മള്? ഉണ്ടായിരുന്നാ ഒന്ന് വിസിലടിച്ചേ? അപ്പൊ അവർക്ക് മനസ്സിലാവും. ഓ, അപ്പൊ അജുവിന്റെ വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ കൃഷികൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവിടെ ഇവിടെ ഓരോ സംഭവങ്ങൾ കാണുതാ. ഇവിടെ കപ്പട ഒരു ചെടി കാണാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വാഴ കാണാം, ഓമ കാണാം, പേര, ഇതൊക്കെ അജു ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാ. അതുപോലെ തന്നെ ഇവിടെ ചേമ്പ്, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ. ചേമ്പ്, അതുപോലെ തന്നെ ഇവിടെ വീണ്ടും കപ്പ കാണാം, ചേമ്പ് കൃഷി, ചേന. അതെന്ത് പറയുന്നത് നിൽക്കുന്നത്? ജാതിക്ക. എന്തൊക്കെ ഉണ്ട്? റബ്ബറുകൾ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ കോഴികൾ ഇങ്ങനെ പരന്ന് നടക്കുന്നത് കാണാം. പിന്നെ ഇതാ കുറെ തേങ്ങകൾ പൊളിച്ച് എടുക്കുന്നത് കാണാം. അതാ ഇവിടുന്നാണ് തേങ്ങ പൊളിച്ചുകൊണ്ട് പോകണല്ലേ? അത് ശരി. ഇതിലെന്തായിരുന്നു? എണ്ണ ആട്ടാനുള്ള തേങ്ങ. നീ ആട്ടാൻ കൊണ്ടുപോകുന്നത് കഴിഞ്ഞാല് എന്നിട്ട് ആ വെളിച്ചെണ്ണ വിൽക്കുവോ? ആവശ്യത്തിന് എടുക്കുകയും ചെയ്യും. ഓ. എവിടെ നമ്മുടെ അപ്പപ്പനുണ്ടല്ലോ? അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പ നമസ്കാരം. 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 പേരെന്തായിരുന്നു? സത്യദേവൻ. എത്ര വയസ്സായി? 84. അതെ അല്ലേ? മോനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? മിടുക്കനല്ലേ? നമ്മുടെ വീട് ഇവിടെ തൃശ്ശൂരാണ്. തൃശ്ശൂർ. പേര് ഹാരിഷ് എന്നാണ്. ഹാരിഷ്. ഞാൻ മോനെ കണ്ടപ്പോ വീട് കാണാച്ചിട്ട് ഇങ്ങനെ വന്നതാണ്. എന്താണ് മോനിങ്ങനെ 13ാമത്തെ വയസ്സിൽ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താണ് മോനെ കുറിച്ചുള്ള അഭിപ്രായം? അവൻ മിടുക്കനല്ലയോ? അതെ അല്ലേ? എല്ലാ പണിയും ചെയ്യും. മരം ടാപ്പ് ചെയ്യുന്നതൊക്കെ സ്വന്തമായിട്ടാ. ഭക്ഷണം ഉണ്ടാക്കുവോ? ഫുഡ് ഉണ്ടാക്കുവോ? അതുകൊണ്ടാക്കും. അപ്പോൾ അതാ ഇനി നമ്മൾ അജുവിന്റെ പറമ്പിലേക്ക് ഇങ്ങനെ കയറാണ് കേട്ടാ. ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഇവിടെ വേപ്പ് നിൽക്കുന്നതാണ്. അതായത് നമ്മൾ വേപ്പല നേരത്തെ വിൽക്കാൻ കൊണ്ടുവന്നിരുന്ന ആ ഒരു വേപ്പ്, ആ ഒരു തൈ ഇവിടെ നിൽക്കുന്നത് കാണാം. ഒരു ചെറിയ മരം. അതുപോലെ കുറേ ഇതെന്താ മഞ്ഞളാണോ? കസ്തൂരി മഞ്ഞളും പിന്നെ മഞ്ഞളും, നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞളും. പിന്നെ അതുപോലെ കുറേ വാഴകൾ വെട്ടീന് കാണാം. അതാരും ഇതൊക്കെ വെട്ടിയത്? മോൻ ഇത്ര വലിയ വാഴക്ക് വെട്ടാൻ പറ്റുമോ? കെട്ടി വലിച്ച് എടുത്തു. അത് ശരി. പിന്നെ ഷീറ്റ്. ഇത് രാവിലെ നീ പോയിട്ട് വെട്ടണാണോ അതോ? അതെ. അത് റബ്ബറിന്റെ മുകളിൽ എത്താത്തത് കൊണ്ടാണോ ഒരു തോട്ടി പോലത്തെ കത്തി? അത് ശരി. എന്നിട്ട് ഇത് ആരാ റബ്ബർ ഷീറ്റ് അടിക്കുന്നത്? ആരാ? അതെ. ചേമ്പൊക്കെ എന്ത് വലിപ്പം നോക്കി. അജുനാട്ടി ആയിട്ടുണ്ടല്ലോ അജുവോ ചേമ്പ്. അജു ചേമ്പ് നോക്കണ്ട. അജുനാട്ടി ആയിട്ടുണ്ട് ചേമ്പുകളൊക്കെ. ഇത് ഇവിടെ എന്തായിരുന്നു? ആട്ടുംകൂട്. ഇതിനാരാ നോക്കുക? അതെ. എത്ര ആടുണ്ട്? 3 പേരുണ്ട്. അപ്പൊ ഇതിനൊക്കെ വെള്ളം പേരൊക്കെ ഒന്ന് പറഞ്ഞേ. പഞ്ചമി. ഇവളെ ജനിച്ചാൽ നിന്ന് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞേ മോന്റെ? എന്റെ ചാനലിന്റെ പേര് അജു വില്ലേജ് ലൈഫ്. എല്ലാവരും ഒന്ന് കയറി നോക്കുക കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ? ഓക്കെ. ഇവിടെ അമ്മ. അവളുടെ അമ്മയാണ്. ഇവിടെ അമ്മ. കുഞ്ഞോള്. കുഞ്ഞുമകൾ. കുഞ്ഞുമകനാണ്. കുഞ്ഞോള് എന്നാണ് പേര്. ഓക്കെ. ഇത് അമ്മിണി. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച മലബാറി ക്രോസ് ആട്ടുകുട്ടിയെ. അത് ശരി. ഈ ആടിന്റെ പേര് എന്തിനു പറഞ്ഞേ? പഞ്ചമി എന്ന് പേരിടാൻ കാരണം എന്താ? ഇവിടെ എനിക്കൊരു കോഴിയുണ്ട്. അതിന്റെ പേര് പഞ്ചവർണ്ണം എന്നായിരുന്നു. എങ്ങനെ? പഞ്ചവർണ്ണം. ആരുടെ പേര്? ഇവിടുത്തെ എന്റെ ഒരു കോഴി. അതിപ്പോഴും ഉണ്ട്. അപ്പൊ അതിന്റെ പേര് വെച്ച് നോക്കിയപ്പം
അതിനെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു ദിവസം തന്നെ ഇവളുണ്ടായത്. ആ അപ്പോൾ ഇതിന് പഞ്ചമി എന്നൊക്കെ പേരിട്ടു. പഞ്ചമി എന്ന് പേരിട്ട്. ഇവള് ചിരിക്കും. ചിരിക്കേ? ആഹാ. ഇപ്പം അവള് ചിരിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ എങ്ങനെ ചിരിക്കോ? ഇങ്ങനെ വല്ലിങ്ങനെ കാണിക്കും. അതെ, അങ്ങനെ ചിരിച്ച് കാണിച്ചു തരുമല്ലേ? ശരി. ഇതാണ് കുട്ടൂസൻ. ഇതിനൊക്കെ എപ്പോഴാ നോക്കുന്നത്? എല്ലാം നോക്കി എത്തണ്ടേ? എപ്പോഴാ നോക്കുന്നത്? ഇതിനൊക്കെ എപ്പോഴാ ഭക്ഷണമൊക്കെ കൊടുക്കുക? 2 മുയലുകളും കൂടെ ഉണ്ട്, തുറന്നു വിട്ടിട്ടുണ്ട്. പറമ്പിൽ ഇരിപ്പുണ്ട്. തുറന്നു വിട്ടിട്ടുണ്ടോ? അപ്പൊ എന്തെങ്കിലും കൊണ്ടുവരും? നായൊക്കെ കൊണ്ടുവരില്ലേ? ഇല്ലില്ല, നിങ്ങൾ കറക്റ്റ് സമയത്ത് ഈ സ്ഥലത്ത് വന്നിരിക്കും. അപ്പൊ ഞാൻ പിടിച്ചിടും. റബ്ബർ ഞാൻ വെട്ടി കാണിച്ചു തരാം. റബ്ബർ വെട്ടി കാണിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, ഇത് നമ്മുടെ കത്തി. ഇതിന്റെ പേര് ജമോ കത്തി എന്നാണ്. അപ്പൊ നമ്മള് അജുവിന്റെ പോത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് അജുവിന്റെ പോത്താണല്ലേ? അതെ. ഓ, നീ രാവിലെ വെള്ളം കൊടുത്താ? ഓ, രാവിലെ അല്ല, വൈകുന്നേരം. വൈകുന്നേരത്തെ കൊടുക്കുക? ഓ, അത് ശരി അത് ശരി. ഓ, അടിപൊളി. ഇതാണ്ടാ അജുവിന്റെ പോത്താണ്. അജു പോത്തിനോട് സംസാരിക്കാൻ കേട്ടോ. എന്താ പറഞ്ഞേ? കേട്ടില്ലല്ലോ. അടങ്ങിയിരിക്കാനാ പറഞ്ഞേ? അത് ശരി. അല്ലെ അവൻ ചാടി വരും. ഇത് ഒരു പുളിയാ. പുളിമരം. ഇവിടെ ഇങ്ങനെ ഈ വിറക് വെച്ചേക്കുന്ന ഇവിടെ നേരത്തെ എൻ്റെ ഒരു ആദ്യത്തെ ഒരു പട്ടിക്കുഞ്ഞ് ചത്തായിരുന്നു. അവനെ അടക്കിയപ്പോൾ ഈ പുളി ഇങ്ങനെ കിളിച്ച് കയറിയിട്ടുണ്ട്. പുളി കിളിക്കുന്നുണ്ട്. കിളിച്ച് ഇത്ര പരുവാകുന്നുണ്ട്. അപ്പോൾ അവനെ അങ്ങോട്ട് കയറ്റിയിരുന്നു. ഞാൻ വെച്ചിട്ട് വിറക് വെച്ചു. അപ്പോൾ അവൻ മരിച്ച് എടുത്തൊരു ചെറിയൊരു വൃക്ഷം വളരുന്നു. അവന് തണല്. ഓ, അപ്പൊ അതിന്റെ ഓർമ്മക്കായിട്ടാണ് ഈ പുളി എന്ന് പറയുന്നത്. അത് ശരി. ഇത് കണ്ടോ, ഈ റബ്ബറിന് വളം വാരിയിട്ടേക്കുക. ഒരു 13 വയസ്സുകാരനാട്ടെ ഈ പറയുന്നതൊക്കെ. പറയോ അജു? എന്താ പറഞ്ഞു? കണ്ടോ, വളം ഇട്ടേക്കുക. വളം ഇട്ടേക്കാണോ? എന്തിന്? ഈ റബ്ബറിന്. അവിടെ 2-3 എണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ. ഇത് കാപ്പിയാണ്. ഈ കാപ്പി ഇതിന്റെ വളം പിടിച്ചിട്ട് നിറച്ചും കായില്ലയോ? ഓ, ഇഷ്ടം പോലെ. അപ്പൊ ഇതിന്റെ വളം പിടിച്ച് ഇത് കായ ഉണ്ടായിട്ട് ഇത് ചാഞ്ഞിങ്ങി വരുക. കൊറേ കായുണ്ട്. ഇത് നമ്മള് അടുത്ത കാ വരച്ച് കഴിഞ്ഞിട്ട് വെട്ടിക്കളയും. അല്ല റബ്ബർ വെട്ടാൻ പറ്റില്ലല്ലോ. അത് ശരി. എന്റെ നീളമുണ്ട് കത്തിക്ക്. എന്റെ നീളമുണ്ട് കത്തിക്കുന്നു. ഓക്കെ. അപ്പൊ അജുവിന്റെ ബാക്കിലാണ് പൂ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് ഇവിടെ വരെ എത്തും. നോക്കട്ടെ. ഇങ്ങനെയാണോ കട്ട് ചെയ്യുന്ന ദിവസം? ഓ, അതായത് അജുവിനാട്ടിയും അജുവിന്റെ അത്ര കൂടി ഹൈറ്റ് ഉണ്ട് മുകളിലേക്ക്. അവിടെ നോക്കിയേ, അതുവരെ എത്തുന്ന പറയുന്നത്. അപ്പൊ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ലൊരു മരവാ. ഏത്? എല്ലാം നല്ല മരല്ലേ? എല്ലാം നല്ല മരവാ. എനിക്ക് ഇഷ്ടമൊക്കെ. എനിക്ക് അങ്ങനെ ചില മരത്തിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. അങ്ങനെ ഉണ്ടോ? അതെന്താ കാരണം? അത് ഏറ്റവും കൂടുതൽ പാല് തരുന്ന മരം. ഇത് ഈ ഒരു വട്ടേ ഉള്ളേ. ശരി. അതിനോട് ഭയങ്കര ഇഷ്ടമാണോ? നോക്കി കട്ടീന്. ഇങ്ങനെയാണ് ദിവസം കട്ട് ചെയ്യുന്നത്. ഇത് എത്ര മണിക്കാ രാവിലെ ഒന്ന് കട്ട് ചെയ്യാ? സ്കൂളില്ലാത്ത ദിവസം നമ്മള് 6 മണിക്ക് ഇറങ്ങും. ചിലപ്പോ 5:45 ഇറങ്ങും. വൈകിട്ട്? സ്കൂളുള്ള ദിവസോ? വൈകിട്ടല്ല, രാവിലെ. രാവിലെ 5:45 ഇറങ്ങോ? അപ്പൊ 6:30 സ്കൂളിൽ പോണ്ടേ? അല്ല, സ്കൂൾ ഇല്ലാത്തത്. സ്കൂളുള്ള ദിവസോ? സ്കൂള് ഉള്ള ദിവസം വെട്ടത്തില്ല. അപ്പം ചിലപ്പം വെട്ടും. കേട്ടോ, അതിന്റെ പാല് കേട്ടോ. ഓ, പാല് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ വെച്ചാ മതി. അതിന്റെ പാല് ഇങ്ങനെ നിറഞ്ഞോളൂ അല്ലേ? അങ്ങനെയാണ് ഓരോ ദിവസം പാല് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അജിയോ, ഞങ്ങള് അങ്ങനെ പോട്ടെ. ഇനി കൊറേ റബ്ബർ വെട്ടാണ്ടോ? കുറച്ചും കൂടെ ഉണ്ട്. ഉണ്ടോ? അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ള് ഇനി റബ്ബർ വെട്ടാനുള്ള പരിപാടിയാണ്. ഇച്ചിരൂടെ കഴിയുമ്പോ തീരും. അതെ, ഇച്ചിരൂടെ കഴിയുമ്പോ തീരുന്നു. അപ്പോ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അജുവിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അജുവിന്റെ ചാനൽ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. അജു വില്ലേജ് ലൈഫ്. അജു വില്ലേജ് ലൈഫ് എന്നാണ് അജുവിന്റെ ചാനലിന്റെ പേര്. അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കുക. അജു ശരിക്കും സംസാരിക്കാൻ പോലും ഇപ്പോൾ ടൈമില്ല എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. കാരണം ഒരു ജോലിയിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രവൃത്തിയിൽ ആണെന്നുള്ളതാണ്. ശരിക്കും ഒരു കണ്ടതും കേട്ടതൊന്നുമല്ല നമ്മുടെ ശരിക്കും അജുവിൻ്റെ ഒരു ജീവിതം എന്നുള്ളത്. ആ ജീവിതം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അജു ശരിക്കും ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണ്, ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു യാത്രയിലാണ് അജു. അപ്പോൾ അജോ, എന്താണ് ഈ കാണുന്നതിനോട് പറയും? ഇവിടെ വന്നേ ചോദിക്കട്ടെ. നീ 13 വയസ്സായുള്ളൂ എങ്കിലും 13 വയസ്സിൻ്റെ ഒരു പക്വത അല്ല നമ്മൾ കണ്ടത്. അപ്പോൾ അജുവിൻ്റെ ജീവിത കഥയിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കിലൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് അജു ഇപ്പോൾ ഈ ഒരു ജീവിതം വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്ര തുടങ്ങിയിരിക്കുന്നത്.
ശരിക്കും ഈ 13 വയസ്സിൽ കുട്ടികളൊക്കെ സ്കൂളില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ടി വിയുടെ മുന്നിലായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഇരിക്കുകയായിരിക്കാം. ഗെയിമുകൾക്കൊക്കെ കുട്ടികൾ അഡിക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാ സൗകര്യം ഉണ്ടായിട്ടും, അതായത് ഫോണൊക്കെ ഉണ്ട് അജുവിൻ്റെ കയ്യിൽ, അപ്പോൾ നെറ്റും ഫോണൊക്കെ ഉണ്ട്. പക്ഷേ വേണമെങ്കിൽ ആ ഒരു ഗെയിമിലേക്കോ മറ്റുള്ള ഏത് മാർഗത്തിലേക്ക് വേണമെങ്കിലും അജുവിന് പോവാം. കാരണം ആരും ഇവിടെ നിയന്ത്രിക്കാനില്ല. ഒരു അസുഖമില്ലാത്തൊരു അപ്പച്ചൻ ആണുള്ളത്. അപ്പോൾ അതിലേക്കൊന്നും പോവാതെ ശരിക്കും അജു ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അജു ഈ ജീവിതം വെട്ടിപ്പിടിക്കാനുള്ള ഒരു യാത്രയാണ്. ശരിക്കും ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല എന്ന് പറയുന്നത്. അജുവിന് കൂട്ടുകാരുണ്ടോ? കൂട്ടുകാർ സ്കൂളിൽ ഒരുപാട് പേരുണ്ട്. ഇവിടെ നാട്ടിലാരുള്ളത്? നാട്ടിൽ ഇവിടെ അടുത്താരും ഇല്ല, നമുക്കതിനുള്ള സമയമില്ല, കുറവാണ്. കൂട്ടുകൂടാനും സമയമില്ല എന്ന് 13 വയസ്സുള്ള ഒരു മോനെ പറയുന്നത്. ശരിക്കും നമ്മുടെ ഈ ജീവിതം ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനു വേണ്ടിയിട്ട് സത്യം? എന്താണ് മോൻ്റെ ആഗ്രഹം? നമുക്ക് പഠിച്ച് നല്ലൊരു ജോലി കിട്ടണം. അതിനാണോ? അതാണ് നമ്മുടെ ആഗ്രഹം. നല്ലൊരു ജോലി. എന്ത് ജോലി കിട്ടുന്നതാണ് ആഗ്രഹം? എനിക്ക് നല്ലൊരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിലേക്കുള്ള ഫണ്ട് കണ്ടെത്താനാണോ ഇപ്പോൾ നമ്മൾ ഈ കൃഷികളൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നതൊക്കെ? ആണോ? കുറച്ച് ഫണ്ടൊക്കെ ഇങ്ങനെ കണ്ടെത്തുകയാണ് അല്ലേ? ഇപ്പം നമ്മളിവിടെ ജീവിക്കുന്നത് ഇപ്പം നിന്റെ ഈ ഒരു വിൽപ്പനയും കാര്യങ്ങളൊക്കെ കൊണ്ടാണോ? അല്ല, അച്ഛനും അമ്മയൊക്കെ എല്ലാ മാസവും പൈസ അയക്കും. അമ്മയ്ക്ക് സുഖമില്ലാത്തത്, അപ്പോൾ അതിന് ഒക്കെ ഒന്ന് റെഡിയാക്കി അമ്മച്ചി വരുമ്പോൾ കുറച്ച് പൈസയൊക്കെ ആക്കി വെക്കാനായിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നത്. അതെല്ലേ? എന്നിട്ട് അത്യാവശ്യം ക്യാഷൊക്കെ ആയാ? അത്യാവശ്യം ക്യാഷൊക്കെ ആയാ സേവിങ്? ഇവരൊന്നും ആയില്ല. എന്താണേലും അജുവിനെ ശരിക്കും എന്താ പറയുക, കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ കുറേ നേരമായി തോന്നിയിട്ട്. അപ്പോൾ എന്തായാലും അജു കാണാം കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം മോനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ. ഒരുപാട് ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷേ പറയാനുള്ള എന്താണെന്നറിയോ? നന്നായി പഠിക്കണം, നന്നായി ഭക്ഷണം കഴിക്കണം. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴല്ലേ നീ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് 11:30. അതൊരൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാവിലെ എന്താ ഭക്ഷണം കഴിക്കാത്തെന്താ? രാവിലെ ലേറ്റ് ആയിട്ട്. അതുകൊണ്ടല്ലേ സ്കൂളിലൊക്കെ അതേമാതിരി BP കുറഞ്ഞിട്ട് കിടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിന് വരുമ്പോൾ കാണുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉഷാറാവട്ടെ കേട്ടോ. ഓക്കെ. കണ്ടോ ഇതിന്റെ പാല് വീണ കണ്ടോ? ഇതൊക്കെ ഓഞ്ഞ മരം. അജു വീണ്ടും ജോലി തുടങ്ങിയിട്ടുണ്ട്, മൈക്ക് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ കാണാം കേട്ടോ. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിലും എന്താ പറയുക, അജുവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അല്ലെങ്കിൽ അജുവിൻ്റെ ജീവിതം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു വിഷമത്തോട് കൂടിയിട്ട് തന്നെ പോണത്. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.